ദീപക് നമ്മളെ വിട്ടുപിരിഞ്ഞിട്ട് ഏതാനും മാസങ്ങളെ ആയുള്ളൂ. സമാനമായൊരു സംഭവം ഏതാനും ദിവസം മുമ്പ് ഒരു ബസ്സിൽ നടന്നു. ഇത് അനുഭവിച്ച വ്യക്തി തന്നെയാണ് എന്നെ വിളിച്ചു പറഞ്ഞത്. അദ്ദേഹത്തുമായിട്ടുള്ള സംഭാഷണമാണ് ഞാൻ അദ്ദേഹത്തിന്റെ അനുമതിയോടുകൂടി പുറത്തുവിടുന്നത്. ഇദ്ദേഹം ഗൈനക്കോളജിയിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്ന, നാളെ ഡോക്ടറായി നമ്മളെല്ലാം ചികിത്സിക്കേണ്ട ഒരു മിടുക്കനായ യുവാവാണ്. ഇദ്ദേഹത്തിനെതിരെ ബസ്സിൽ ഇതേപോലെ വ്യാജ ആരോപണങ്ങൾ വന്നു. ഒരു നിമിഷം പതറിയെങ്കിലും മനസാന്നിധ്യം വീണ്ടെടുത്ത് ഇദ്ദേഹം പോരാടുകയും തനിക്കെതിരെ വന്ന തെറ്റായ ആരോപണങ്ങളെ അദ്ദേഹം ബസ്സിൽ വെച്ച് തന്നെ ഖണ്ഡിക്കുകയും കൂടെയുള്ളവരുടെ സപ്പോർട്ട് എടുക്കുകയും മറ്റും ചെയ്തു. കാരണം നമുക്ക് ഏതൊരാൾക്കും നാളെ ബസ്സിലോ മറ്റൊക്കെ പോകുമ്പോൾ ഇത് സംഭവിക്കാം. നമ്മളെ ആരും കൊടുക്കാം, അല്ലെങ്കിൽ ഏതൊരു വ്യക്തിയുടെ കള്ളപ്പരാതിയിൽ നമുക്ക് അകത്തു പോകാം. പക്ഷേ ദൗർഭാഗ്യവശാൽ നമ്മളെ വിട്ടകന്ന, ഒരുപക്ഷെ ഈ വിഷയത്തിന് വേണ്ടി രക്തസാക്ഷി കൂടിയായ ദീപക്, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ദീപക്, അവരുടെ കുടുംബത്തിനും ദീപകിനും പ്രണാമം അർപ്പിക്കുന്നു. ഈ അവസരത്തിൽ ഓർക്കുന്നു. അങ്ങനെ ഒരു സംഭവം ഉണ്ടാകേണ്ടതായിരുന്നു. പക്ഷേ സമയോചിതമായ ഇടപെടൽ മൂലം ആ വ്യക്തി നിന്ന് പോരാടിയത് കാരണം ആ വ്യക്തിക്ക് നിലനിൽക്കാൻ കഴിഞ്ഞു. അദ്ദേഹവുമായിട്ട് സംഭാഷണം നടത്തിയ കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ അനുമതിയോടെ പുറത്തുവിടുന്നത്. മെൻസ് കമ്മീഷൻ അടക്കം പൂർണ്ണമായ പിന്തുണ അർപ്പിച്ചുകൊണ്ട് തൻ്റെ എല്ലാവിധ പിന്തുണയും ഇതിനുണ്ടാകും. തനിക്ക് നേരിട്ട ദുരനുഭവം ഒരു പുരുഷൻ പറയുകയാണ്. പലപ്പോഴും സ്ത്രീകൾ ദുരനുഭവം പറയുന്നതല്ലേ കേട്ടിട്ടുള്ളൂ. ഒരു പുരുഷൻ അവന് പറ്റിയ ദുരനുഭവം പറയുകയാണ്. ദീപകിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ ഞാനിത് സമർപ്പിക്കുന്നു. ദീപകിന്റെ വീട്ടുകാർക്കും ഈ അവസരത്തിൽ പ്രണാമം അർപ്പിക്കുന്നു. ആ സംഭാഷണം കേട്ടു നോക്കുക. ഒരു യുവാവിന് സംഭവിച്ച ദുരന്തം. വീഡിയോസ് എല്ലാം കാണുന്നതാണ്. മെൻസ് കമ്മീഷനെ കുറിച്ച് സംസാരിക്കുന്ന വീഡിയോസ് എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. സംവാദങ്ങൾ എനിക്കത് ഭയങ്കര സന്തോഷം ഇത് കാണുമ്പോൾ. ഞാനത് എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന കാര്യമാണ്. അതല്ലാണ്ട് എനിക്കൊരു അനുഭവം ഉണ്ടായി. അതായത് ഞാൻ ഗൈനക്കോളജി പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യാണ് ഗോകുലം മെഡിക്കൽ കോളേജിൽ. അപ്പം ഇന്ന് എൻ്റെ ഗ്രാൻഡ് മദർ 111 വയസ്സുണ്ട്. ഗ്രേറ്റ് ഗ്രാൻഡ് മദർ തൃശ്ശൂർ മരണപ്പെട്ടു. ഇന്ന് രാവിലെ ഞാൻ എൻ്റെ ഡ്യൂട്ടിയിൽ നിന്ന് ഇന്ന് 8 ഹിസ്റ്ററക്ടമീസ് പോസ്റ്റ് ചെയ്തേക്കുക. ഈ ഡ്യൂട്ടി ഞാൻ ഒഴിവാക്കി രാവിലത്തെ ബസ്സിൽ തിരുവനന്തപുരത്ത് നിന്ന് തൃശ്ശൂർ പോവാണ്. അങ്ങനെ കോട്ടയത്ത് ഇറങ്ങി, കോട്ടയത്ത് നിന്ന് അടുത്ത വണ്ടി കയറി പോയിക്കൊണ്ടിരുന്ന സമയത്ത് എനിക്കൊരു സീറ്റ് ഫ്രീ ആയിട്ട് കണ്ടു. ഞാൻ ആ സീറ്റ് വന്നിരുന്നതിന് ശേഷം 2 സ്ത്രീകൾ വന്നിട്ട്, ഞാൻ അയൽ സീറ്റില്ല, മിഡിലും വിൻഡോ സീറ്റിലാണ്. അവിടെ 2 ബാഗ് ഇരിപ്പുണ്ടായിരുന്നു. ശരിയാണ്, അവിടെ 2 ബാഗ് ഇരിപ്പുണ്ട്. അപ്പം അതാരാണ് എന്നൊന്നും അറിയില്ല. ബട്ട് സിൻസ് 2 ബാഗ് ഉള്ളത് കൊണ്ട് ഞാൻ ഈ പറഞ്ഞ അയൽ സീറ്റിൽ ഇരിക്കുന്നുണ്ട്. ഇരുന്നതിന് ശേഷം 2 സ്ത്രീകൾ വന്ന് എന്നോട് പറഞ്ഞു, നിങ്ങൾ മാറിയിരിക്കണം എന്നുള്ള രീതിയിൽ. ഇത് റിസർവ്ഡ് സീറ്റ്സ് ഒന്നും അല്ല, പിന്നിലെ സീറ്റുകളാണ്. ഫ്രണ്ടിലൊക്കെ സീറ്റുകളുണ്ട്, മിക്സ്ഡ് ആയിട്ട് അവിടെ ഇവിടെയൊക്കെ സീറ്റ്സ് ഉണ്ട്. എന്നിരുന്നാലും ഞാൻ സ്ട്രോങ് ആയിട്ട് ഐ ബിലീവ്ഡ് എന്നെ അങ്ങനെ മാറ്റിയിരുത്തേണ്ട കാര്യമില്ല. കാരണം ഞാനൊരു റിസർവ്ഡ് സീറ്റിലല്ല ഇരിക്കുന്നത്. അത് മാത്രമല്ല, എൻ്റെ റൈറ്റ് ആണല്ലോ എനിക്ക് ആ സീറ്റ് യൂസ് ചെയ്യാം എന്നുള്ളത്. ഇരുന്നതിന് ശേഷം ഇവര് എൻ്റെ അടുത്ത് മാറാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇല്ല കുഴപ്പമില്ല, നിങ്ങൾക്കും മുമ്പിൽ സീറ്റുകളുണ്ട്, സ്ത്രീകൾക്ക് മാത്രമായിട്ട് വേക്കൻ്റ് ആയിട്ട് കിടക്കുന്ന സീറ്റുകൾ ഫ്രണ്ടിലുണ്ട്, നിങ്ങൾക്ക് അങ്ങോട്ട് മാറിയിരിക്കാം എന്ന് മര്യാദ ഭാഷയെ സംസാരിച്ചു. ഇവര് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. അതിനുശേഷം ഇവരിരുന്നു, കുറച്ചും കൂടി യാത്ര തുടർന്നു. കോട്ടയം കഴിഞ്ഞ് ഏറ്റുമാനൂർ ഭാഗമായപ്പോഴേക്കും ഇവര് ബഹളം ഉണ്ടാക്കിയിട്ട് ചാടി എഴുന്നേറ്റിട്ട് എൻ്റെ കൈകളുടെ മുട്ട് ഇവരുടെ വയറിൽ തട്ടുന്നു എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കി. സർ, ഞാനൊരു ഗൈനക്കോളജി പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻ്റ് ആണ്. ഞാൻ എത്ര സ്ത്രീകൾ ഞാൻ ഡേ ഇൻ ആൻഡ് ഡേ ഔട്ട് ഞാൻ കാണുന്നതാണ്. അവരുടെ ഏറ്റവും ക്രിട്ടിക്കൽ ആൻഡ് ഇമ്പോർട്ടൻറ്റ് മൊമെന്റ്സ് ഞാൻ കാണുന്നതാണ് ഡേ ഇൻ ആൻഡ് ഡേ ഔട്ട്. എനിക്ക് ഈ ഒരു അനുഭവം വന്നിട്ടുണ്ടെങ്കിൽ സാധാരണക്കാർക്ക് എന്ത് മാത്രം അനുഭവം ഈ ഇങ്ങനെ മിസ്യൂസ്, വിമന്റെ റൈറ്റ്, അല്ലെങ്കിൽ അവരുടെ അവർക്ക് കുറെ നിയമങ്ങളുണ്ടല്ലോ, ആ നിയമങ്ങൾ മിസ്യൂസ് ചെയ്യപ്പെടുന്നു എന്ന് എനിക്കിപ്പം ബോധ്യമാണ് സർ. അതിൽ തീർത്തും I'm a victim now. I'm a true victim now. പരാതി ഒന്നും കൊടുത്തിട്ടില്ലല്ലോ. അവര് വീഡിയോ എടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ഫോണൊക്കെ ഇങ്ങനെ പിടിക്കുന്നുണ്ടായിരുന്നു. ബട്ട് എന്റെ വീഡിയോ എടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല. പക്ഷെ എനിക്ക് ദൃഢമായി ഞാൻ അപ്പൊ തന്നെ സ്ട്രോങ് ആയിട്ട് സംസാരിച്ചു കേട്ടോ. ഞാൻ അപ്പൊ തന്നെ സ്ട്രോങ് ആയിട്ട് ഇങ്ങനെ എഴുന്നേറ്റ് അപ്പൊ തന്നെ നിങ്ങൾ അക്യൂസ് ചെയ്യുവാണ്, എന്റെ ഭാഗത്ത് 100% ശരിയുണ്ടെന്ന് എനിക്ക് തീർത്തും ഉറപ്പാണ്. ഇങ്ങനെ അക്യൂസ് ചെയ്യാൻ പാടില്ല. എനിക്ക് വേണമെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ സ്റ്റേഷനിലോട്ട് പോകാമെന്നുള്ള രീതിയിൽ തന്നെ നിന്നു. അവിടെ കൂടെ നിന്ന ആൾക്കാരും ന്യൂട്രൽ ആയിട്ട് നിന്നു. പക്ഷെ അതേസമയം ഈ ബസ് കുറെ കഴിഞ്ഞിട്ട് നമ്മൾ എവിടെയോ ഒരു സ്ഥലത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തി. ആ സമയത്ത് ഞാൻ വീണ്ടും ഈ പറഞ്ഞ ബസ്സിൽ കയറിയിട്ട് ഞാൻ ഇവിടെ സംഭവിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളെല്ലാം കണ്ടതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എനിക്ക് വേണ്ടി നിങ്ങളുടെ സ്റ്റാൻസ് എന്തോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഇവിടെ സംഭവിച്ച കാര്യങ്ങൾ കണ്ടതും കേട്ടതുമായിട്ടുള്ളവരുണ്ടെങ്കിൽ നമ്പർ 3 പേരുടെ വേണമെന്ന് പറഞ്ഞ് ഞാൻ 3 പേരുടെ നമ്പർ മേടിച്ചിട്ടുണ്ട്. അതിനകത്ത് ഒരാൾ ഒരു സ്ത്രീയാണ്, അഡ്വക്കേറ്റ് ആണ്. ഷീ ഓൾസോ
she have also heard this, like what all requests happened. പക്ഷേ sir, I'm telling you frankly sir, like എനിക്കിതില് I am 100% confident. CCTV ഉള്ള KSRTC ബസ്സാണ് കേട്ടോ. Thank God. CCTV ഫ്രണ്ട് ഒക്കെ ഉണ്ട്. പക്ഷെ ഞാനത് ഈ ഡ്രൈവറിനോടും ഈ കണ്ടക്ടറിനോടും പറയുന്നുണ്ട്, നിങ്ങൾ CCTV ദൃശ്യങ്ങളൊക്കെ ഉള്ളതല്ലേ, വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട്. അപ്പം അവർക്കൊരു എന്നെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്ന വിധത്തിലാണ് ഈ ഡ്രൈവറും ആണുങ്ങളായിട്ടുള്ള ഈ ഡ്രൈവറും കണ്ടക്ടറും സംസാരിക്കുന്നുള്ളതാണ് എനിക്ക് വിഷമമുള്ള വേറൊരു കാര്യം. പക്ഷെ അതേപോലെ അത് കാര്യം ഇല്ലെങ്കിൽ നാളെ ആ പെണ്ണ് അവർക്കെതിരെ വരാതെ പറഞ്ഞാൽ അവരുടെ ജോലി പോകും. അതെ 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 അവരുടെ ജോലി പോകും. അതാണ്. അതുകൊണ്ടൊക്കെ ആവണം സർ. എനിവേ ലൈക്ക് എനിക്ക് ഞാൻ സർ ഐ ഫെൽറ്റ് എനിക്ക് എവിടെ വേണമെങ്കിലും വന്ന് സാറിന് ഞാൻ എന്റെ വോയിസ് റെക്കോർഡ് ആയിക്കണമെങ്കിൽ അയക്കാം. ഐ എം റെഡി ടു ടോക്ക് അബൌട്ട് ദിസ് ബിക്കോസ് ദിസ് ഇസ് സംതിങ് വിച്ച് ഐ എക്സ്പീരിയൻസ്ഡ്. എനിക്കറിയാം, എന്റെ പല ഫ്രണ്ട്സിനും എക്സ്പീരിയൻസ് ഇട്ടുണ്ട് പല കാര്യങ്ങളും. ലൈക്ക് ദേ വർ ഇൻ മ്യൂച്വൽ റിലേഷൻഷിപ്പ് ആയിട്ട് വലിയ ഇഷ്യൂ ആണ്. എല്ലാം വലിയ ഇഷ്യൂ ആണ് സർ. ഐ എം ഡോക്ടർ ഗോകുൽ സർ. ഗോകുൽ ഫ്രം ഗോകുലം മെഡിക്കൽ കോളേജ്. ഗൂഗിളുടെ ഈ എക്സ്പീരിയൻസ് വെച്ചൊരു വീഡിയോ ചെയ്യാം. എന്നിട്ട് തീർച്ചയായും അങ്ങനെയല്ല, ഇത് നമുക്ക് ഭയങ്കര ഇഷ്യൂ ആണ്. അല്ല, യു ആർ വെൽ എഡ്യൂക്കേറ്റഡ്, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട്. കുറച്ചുകൂടെ ഹാർട്ട് ലൈറ്റ് ആയിട്ട് ഒരാളാണെങ്കിലേ ഇങ്ങനെയാണ് നമുക്ക് ദീപകിനെ നഷ്ടമായത്. അതെ. അതുകൊണ്ട് ഇറ്റ്സ് എ വെരി വെരി സീരിയസ് ഇഷ്യൂ. അപ്പം താങ്ക് യു ഫോർ റേസിംഗ് ഇറ്റ്. എന്തായാലും എപ്പോഴെങ്കിലും നമുക്ക് കാണുകയും ചെയ്യാം കേട്ടോ. തീർച്ചയായും സർ. മെൻസ് കമ്മീഷന്റെ എന്ത് പ്രവർത്തനത്തിനും സർ ഐ എം റെഡി ടു ബി ഇൻ ഫ്രണ്ട്. ഞാൻ എന്തായാലും നമ്പർ സേവ് ചെയ്തേക്കാം. ഞാൻ ഇത് അറിയുന്നു, മനസ്സിലാക്കുന്നു സാറിനെ ഞാൻ എല്ലായ്പ്പോഴും ഫോളോ ചെയ്യുന്നതാണ്. ലൈക്ക് ഞാൻ എന്റെ സർക്കിൾസിലൊക്കെ ഷെയർ ചെയ്ത് എനിക്ക് ആരൊക്കെയോ സാറിന് നമ്പർ അയച്ചു തന്നതാണ്. ഞാൻ എന്തായാലും നമ്പർ സേവ് ചെയ്തോളാം കേട്ടോ. സ്റ്റേ ഇൻ ടച്ച്. തീർച്ചയായും സർ. എനി ഡേ യു കോൾ മീ, ഐ എം റെഡി ടു ഗിവ് യു വാട്ട് ഹാസ് ഹാപ്പൻഡ്. എനിക്ക് എന്റെ കോൺടാക്ട്സിൽ 3 പേരെയും കൂടി കണക്ട് ചെയ്ത് തരാം, ഇവിടെ കണ്ട കാര്യങ്ങളും പറയാൻ വേണ്ടി. ഞാൻ വീഡിയോ ചെയ്തേക്കാം, ഞാൻ അയച്ചു തരാം. താങ്ക് യു.